Good morning. Good morning. Okay, Shilpa. ആരുമില്ല എനിക്കൊരു ഗുഡ് മോർണിംഗ് തരാനായിട്ട്. ഓക്കെ ജിസിയ, ഗുഡ് മോർണിംഗ്. വർഷ, ഓക്കെ. അദീത, ഷഫ്ന, ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ നോമ്പുള്ളവരുടെ കാര്യമല്ല കേട്ടോ ചോദിച്ചത്, നോമ്പുള്ളവരുടെ കാര്യമല്ല. ഓക്കെ. അമിന, ഓക്കെ, ഗുഡ് മോർണിംഗ്. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? തുടങ്ങാം നമുക്ക്. ഓക്കെ, എല്ലാവരും ഓക്കെയാണ് അല്ലേ? ശരി, സ്റ്റാർട്ട് ചെയ്യട്ടോ. സമയം കളയണ്ട. ഇനി ബാക്കിയുള്ളവര് ജോയിൻ ചെയ്യട്ടെ. 13 പേര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓരോ ദിവസം കഴിയുമ്പോ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ. എന്ത് പറ്റി? പഠിച്ചു തുടങ്ങിയോ? ബോറടിച്ചു തുടങ്ങിയോ? അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു? ചാപ്റ്റർ നമ്പർ 3 ആണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ? ആ ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങള് എന്താണ് ട്രെയിനിങ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ട്രെയിനിങ്ങിന്റെ ആ ഒരു കൺസെപ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കി. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എംപ്ലോയീസിന്റെ സ്കില്ല് അല്ലെ, അവരുടെ നോളജ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രവർത്തന രീതികൾ അല്ലെ, ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു, ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മള് പുതിയ ആളുകൾക്ക് മാത്രമാണോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ പറഞ്ഞത്? പുതുതായിട്ട് നിയമിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? നിലവിലുള്ള ജീവനക്കാർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെ? കാര്യം എന്താണ്? കാലാകാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ വരും അല്ലെ? ഇപ്പൊ ടെക്നോളജിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസുകൾ വരും, മാറ്റങ്ങളൊക്കെ വരുമ്പോ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകുന്നതിനും നമ്മൾ എന്ത് ചെയ്യണം? അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? നിലവിലുള്ള ജീവനക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, ട്രെയിനിങ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല അല്ലെ? പിന്നെ എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ. സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് അല്ലെ? സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ. ആ പോയിന്റുകൾ എനിക്ക് തോന്നുന്നു ഞാൻ 2 പോയിന്റുകൾ വരെ മാത്രമാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഇൻട്രൊഡക്ഷന്റെ ബാലൻസും ഇവരെയുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെ എല്ലാവർക്കും? വായിച്ചു നോക്കണം കേട്ടോ ഡെയിലി. ഇനി എന്തുണ്ടാവും? പരീക്ഷയുടെ സമയമാകുമ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ. ആ സമയത്ത് വായിക്കാൻ ചിലപ്പോ കാണുമ്പോ തോന്നും ഇതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ വെക്കരുത്. ലാസ്റ്റ് വരുമ്പോ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ ഇന്നും ഞാൻ പറഞ്ഞ പോലെ എന്റെ മാത്രമല്ല എല്ലാ മിസ്സുമാരെ എടുക്കുന്നത് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ. വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഓക്കെ. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ശരി. മിസ് എപ്പോഴും പറയുമ്പോ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. ദി സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. 2 പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. നമ്മള് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR അല്ലെ? നമുക്ക് ഭാവിയിൽ ഒരു ബെറ്റർ റിട്ടേൺസ്, ഭാവിയിൽ നമുക്ക് നല്ലൊരു പ്രതിഫലം തരും എന്ന് ഉറപ്പുള്ള ഒരു
ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. കാര്യം നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ട്രെയിനിങ്. അതിന് അത്യാവശ്യം ചെലവുണ്ട്. ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊരു എക്സ്പെൻഡിച്ചർ ആയിട്ടല്ല കണക്കാക്കുന്നത്, പിന്നെയോ നമ്മൾ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്? കാര്യം നമ്മൾ ട്രെയിനിങ്ങിലൂടെ ഒരു എംപ്ലോയിയുടെ സ്കില്ലും നോളജും അല്ലെ അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, മെച്ചപ്പെടുത്താണ്. അതൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും അല്ലെ. അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഭാവിയിൽ നമുക്കൊരു ബെറ്റർ റിട്ടേൺസ് തരുന്ന ഒരു പ്രതിഫലം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇതിനെ കണക്കാക്കുന്നത്, ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് എഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ റിക്വയർമെന്റുമായിട്ട് അല്ലെ, ജോലി ആവശ്യകതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസുകളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതും എന്ത് തന്നെയാണ്? ട്രെയിനിങ് ആണ് അല്ലെ. നമുക്കറിയാം പണ്ടത്തെ പോലെ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ് അല്ലെ. അപ്പൊ പണ്ട് നമ്മൾ മാനുവലി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോ ടെക്നോളജി പ്രോഗ്രസ് വന്നതോടുകൂടി കുറെ കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മള് ഈ പറയുന്ന IT അല്ലെ, ഈ പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങള് അങ്ങനെയുള്ള സൗകര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. അപ്പോ നമുക്കറിയാം ആ ജോലിയുടെ ആവശ്യകതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങള്, അത്തരം മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അത്തരം മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതും എന്ത് തന്നെയാണ്? ട്രെയിനിങ് ആണ്. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് എഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞതാണ്. തേർഡ് പോയിന്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താണ്? serves as an effective source of recruitment. Training serves as an effective source of recruitment. Training എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റിന്റെ നല്ലൊരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതെങ്ങനെയാണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു നല്ല സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്? എന്തർത്ഥത്തിലാണെന്ന് പറയുന്നത്? ട്രെയിനിങ്ങിന് എന്താണ് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്? എന്താണ്? നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പൊ ഭാവിയില് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും നല്ല കഴിവുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നതിനും അവരെ തെരഞ്ഞെടുക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനും ട്രെയിനിങ് എന്ന് പറയുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാര്യം എന്താണ്? നമുക്കറിയാം സ്ഥാപനങ്ങള് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കൊടുക്കാറുണ്ട് അല്ലെ, ഇത്തരം പരിശീലന പരിപാടികൾ കൊടുക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ അറിവുകള്, പിന്നെ അവരുടെ ആ ഒരു പ്രവർത്തന രീതികളൊക്കെ സ്ഥാപനത്തിൽ നേരിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെ ചിലപ്പോൾ ആ ജോലിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? നിയമിക്കുകയും ചെയ്യും. അപ്പോ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നിയമിക്കുന്നതിന് പകരം ഇതിനോടകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് ആ ജോലിയിലോട്ട് നിയമിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് ഇന്റർവ്യൂ നടത്തി അയാൾക്ക് ട്രെയിനിങ് കൊടുത്ത് അതിനേക്കാളും നല്ലത് എന്താണ്? അതിനോടകം ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ട്രെയിനിങ് നേടിയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ആ ഒരു ജോലിയിലോട്ട് നിയമിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന പോലെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഭാവിയിലെ നല്ല ജീവനക്കാരെ കണ്ടെത്തുന്നതിനും അവരെ തെരഞ്ഞെടുക്കുന്നതിനും നല്ല ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. ഇവിടെ പറഞ്ഞത് ഇറ്റ് സെർവ് ആസ് ആൻ ഇഫക്റ്റീവ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇതൊരു റിക്രൂട്ട്മെന്റിനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്തത് കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്താണ്? ട്രെയിനിങ് സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ്. ശരിയല്ലേ? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലെ. നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു വ്യക്തിയുടെ സ്കില്ലും നോളജും അല്ലെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ ഡെവലപ്പ് ചെയ്യാണ്. അവരെ കൂടുതൽ നമ്മൾ മോട്ടിവേറ്റഡ് ആക്കുകയാണ് അല്ലെ. അവരുടെ നോളജ്, അവരുടെ സ്കില്ലുകൾ അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ് അല്ലെ. അവർ കുറേയും കൂടെ മോട്ടിവേറ്റഡ് ആകുന്നു. അതിലൂടെ അവർക്ക് കുറേയും കൂടെ ഒരു
എന്താണ് ആത്മധൈര്യം, ഒരു കോൺഫിഡൻസ് അവർക്ക് വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് അവരുടെ കരിയർ അവർക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കരിയർ ഡെവലപ്മെന്റിന് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ട്രെയിനിങ്, ഒരു വ്യക്തിയുടെ ട്രെയിനിങ് കൊടുത്ത് ശരിക്കും നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കുകയാണ് അല്ലെ. അവരുടെ നിലവിലുള്ള കഴിവുകളായിക്കോട്ടെ അറിവുകളായിക്കോട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ അവരെ നമ്മൾ എന്ത് ചെയ്യാണ് പഠിപ്പിച്ചെടുക്കുകയാണ് അല്ലെ. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അവർ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആവും, കുറെ കൂടെ കോൺഫിഡന്റ് ആകും. അതിലൂടെ അവർക്ക് നല്ലൊരു കരിയർ ഡെവലപ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാം സാധ്യമാകും അല്ലെ. ഒരു നല്ല കരിയർ ഡെവലപ്മെന്റിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ് എന്താണ്? Training helps to adapt to increase the diversity to the workforce. Adapt to increase diversity to the workforce. അതായത് നമ്മുടെ ജോലി സ്ഥലത്തുള്ള വൈവിധ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതും എന്ത് തന്നെയാണ് ട്രെയിനിങ് അല്ലെ. എന്താണ് ഡൈവേഴ്സിറ്റി ടു ദ വർക്ക്ഫോഴ്സ് എന്ന് പറയാം? ജോലി സ്ഥലത്തുണ്ടാവുന്ന വൈവിധ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇതിപ്പോ നമ്മൾ എവിടെ ജോലിക്ക് പോയാലും അല്ലെ, പല രാജ്യങ്ങളിൽ നിന്നും പല ഭാഷകളിലും പല സംസ്ഥാനത്തിലുള്ള ആളുകളായിരിക്കും അവിടെ ഒന്നിച്ചു ചേർന്ന് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനും പരസ്പര ബഹുമാനത്തോടെ പരസ്പര സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്കില്ല് അത് ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡൈവേഴ്സിറ്റി ടു ദ വർക്ക്ഫോഴ്സ്. അതായത് ജോലി സ്ഥലത്തുണ്ടാവുന്ന വൈവിധ്യങ്ങള് പല സംസ്കാരത്തില് പല ഭാഷകളില് പല രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകള് ഒരു സ്ഥലത്ത് ജോലിക്ക് വരുന്നുണ്ടാവും. എല്ലാവരും ഒരുമിച്ചാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അത്തരത്തിലുള്ള വൈവിധ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെ സഹായിക്കുന്നത്, അവരതിനെ പ്രാപ്തരാക്കുന്നത് എന്താണ്? ട്രെയിനിങ് ആണ് അല്ലെ. ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോൾ ടീം വർക്കായിട്ടും അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ എല്ലാവരുമായിട്ട് ഇടപെടാനും പരസ്പര ബഹുമാനത്തോടെ പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടു കൂടി പെരുമാറാനായിട്ട് ഒരു വ്യക്തിയെ എന്ത് പ്രാപ്തരാക്കുന്നുണ്ട്? ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അഡാപ്റ്റ് ടു ഇൻക്രീസ് ദ ഡൈവേഴ്സിറ്റി ടു ദ വർക്ക്ഫോഴ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ. ഇതാണ് റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ. ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ നമ്മുടെ സ്ഥാപനത്തില് അത് എന്താണ് ഘടനാപരമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നേക്കാം, ഒരു റീസ്ട്രക്ചറിങ് വന്നേക്കാം. ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ ചിലപ്പോൾ പരസ്പരം മെർജ് ചെയ്യാം, ചിലപ്പോൾ പുതിയ വല്ല വകുപ്പുകൾ അവിടെ തുടങ്ങാം അല്ലെ. ചിലപ്പോൾ അതിലുള്ള ആ ഒരു ഹൈറാർക്കിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താം, ഇതൊക്കെ ഉണ്ടാകാം അല്ലെ. ഇതിന് എപ്പോഴും ഒരേ സ്ട്രക്ചർ ഒന്നും ആവണമെന്നില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷനില് ഈ പറയുമ്പോൾ പ്രവർത്തനപരമായിട്ടും ഘടനാപരമായിട്ടും പല വിധത്തിലുള്ള ചേഞ്ചസുകൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അത്തരം ചേഞ്ചസുകൾ പെട്ടെന്ന് അങ്ങനെ ചേഞ്ചസുകൾ വരുമ്പോ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ജീവനക്കാർക്ക് ഒരു പ്രയാസം ഉണ്ടാകും, തുടക്കത്തിൽ ഒരു പ്രയാസം ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില് അവര് എന്താണ് പുതിയ ചേഞ്ചസുകളുമായിട്ട് പൊരുത്തപ്പെടാൻ അവരെ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്? ട്രെയിനിങ് ആണ് കേട്ടോ. ഇപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ടെക്നോളജിക്കലായിട്ട് പല ചേഞ്ചസുകൾ വരാം. അപ്പൊ പുതിയ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അത് ഉപയോഗിച്ച് അതുവരെ മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കും പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും. അപ്പൊ അത് ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ തുടക്കം വരുമ്പോൾ ജീവനക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസം ഉണ്ടാവും. അപ്പൊ അവർക്കത് പഠിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതിലൂടെ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു കഴിവുകൾ വികസിപ്പിക്കാൻ എന്താവശ്യം വരും? അവർക്കൊരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന റീസ്ട്രക്ചറിങ് ഘടനാപരമായിട്ടും പ്രവർത്തനപരമായിട്ടും ഉണ്ടാകുന്ന അത്തരം ആ മാറ്റങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്? ട്രെയിനിങ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഫൈനൽ പോയിന്റ് ഇതാണ്. ട്രെയിനിങ് ഹെൽപ്സ് ടു ഫുൾഫിൽ എംപ്ലോയി നീഡ് ഫോർ ഗ്രോത്ത് കേട്ടോ. എംപ്ലോയി നീഡ് ഫോർ ഗ്രോത്ത്, അതായത് ഒരു നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, ദാറ്റ് മീൻസ് വ്യക്തിപരമായിട്ടാവാം തൊഴിൽപരമായിട്ട് ഒരു വ്യക്തിക്ക് ഗ്രോ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തിനെ സഫലമാക്കുന്നതും ഫുൾഫിൽ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? ട്രെയിനിങ് സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം മെജോറിറ്റി ഓഫ് ആളുകളും ഒരേ ജോലി തന്നെ സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ കാലങ്ങളായിട്ട് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നവരല്ല മെജോറിറ്റി ആളുകൾ അല്ലെ. ഒരു ജോലിയിൽ കുറച്ച് നാളുകൾ നമ്മൾ ജോലി ചെയ്യും, കുറെ കൂടെ പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റീസ്
പുതിയ സ്കില്ലുകൾ പഠിക്കാനായിട്ട്, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയാ ഏർണിങ്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ അല്ലെ, അതൊക്കെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്തു പോകാം എന്നൊന്നും ആരും പൊതുവെ ഒരു മെജോറിറ്റി ഓഫ് ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അപ്പോ അവരെന്തിനാ ആഗ്രഹിക്കുന്നുണ്ട്? ഗ്രോത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും അവരൊരു ഗ്രോത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ലീഡ് ഫോർ ഗ്രോത്ത്. ആ ഒരു വളർച്ചയ്ക്കുള്ള അവരുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനെ സഫലമാക്കുന്നതും ഇത് തന്നെയാണ് ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നിങ്ങളെ പോയിന്റുകൾ പഠിച്ചു വെക്കാട്ട് അവരോട് ചോദിക്കാം, വാട്ട് ആർ ദ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് അല്ലെ, എന്തൊക്കെയാണ്? അവരുടെ ഭാവിയിൽ നമുക്കൊരു ബെറ്റർ റിട്ടേൺസ് തരും എന്നുള്ള ഒരു ഉറപ്പ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. അതുപോലെ നമ്മുടെ ജോബ് റിക്വയർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ചേഞ്ചസുകളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നല്ലൊരു റിക്രൂട്ട്മെന്റിന്റെ ഒരു സോഴ്സ് ആയിട്ട്, അതായത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് നല്ല ജീവനക്കാരെ കണ്ടെത്തുന്നതിനും തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. ട്രെയിനിങ് ഒരു വ്യക്തിയുടെ കരിയർ ഡെവലപ്മെന്റിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്തെ വൈവിധ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ട്രെയിനിങ് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നുണ്ട്. ഓർഗനൈസേഷനിലെ ഘടനാപരമായിട്ടും പ്രവർത്തനപരമായിട്ടുമുള്ള മാറ്റങ്ങള്, ഒരു റീസ്ട്രക്ചറിങ്, അതുമായിട്ട് പൊരുത്തപ്പെടാനും ജീവനക്കാരെ പ്രാപ്തരാക്കുന്നത് ട്രെയിനിങ് ആണ്. ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഗ്രോ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തിനെ സഫലമാക്കുന്നത് ട്രെയിനിങ് തന്നെയാണ്. ക്ലിയർ ആണോ? എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ആ പോയിന്റുകളൊന്ന് വായിച്ചു നോക്കി, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? ഓക്കെ അല്ലേ? അടുത്ത ഭാഗം പറയട്ടെ, പറയാനുള്ള അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ട്രെയിനിങ് പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ട്രെയിനിങ് എന്താണെന്നും അതിന്റെ കൺസെപ്റ്റും അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് വേണം? ട്രെയിനിങ് പ്രോസസ്സിനെ പറ്റി നമുക്ക് പഠിക്കണം അല്ലേ? അപ്പൊ നോക്കാം. Training process consists of a series of steps that is required to be followed systematically to have an efficient training program. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞല്ലോ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ വളരെ ഫോർമൽ ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ്ങിനകത്ത് ധാരാളമായിട്ട് കുറച്ച് സ്റ്റെപ്സുകളൊക്കെ വരുന്നുണ്ട്. വളരെ സീരീസ് ഓഫ് സ്റ്റെപ്സ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സുകളാണ് ഒരു ട്രെയിനിങ് പ്രോസസ്സിനകത്ത് വരുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഏറ്റവും എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Training is a systematic activity performed to enhance the skills, attitude, and behavior of an employee to perform a unique job. Underline ചെയ്ത് വെച്ചോ? ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ദാറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്നൊക്കെ ചോദിച്ചാൽ ട്രെയിനിങ്ങിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എംപ്ലോയീസിന്റെ സ്കിൽസ് അല്ലെ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ അവരുടെ ബിഹേവിയർ അല്ലെ, ഇതൊക്കെ എന്താണ് എൻഹാൻസ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ജോബ് അവർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതെല്ലാം തന്നെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രെയിനിങ് പ്രോസസ്സസ് ആണ് ഇനി നമ്മള് ട്രെയിനിങ് പ്രോസസ്സ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ട്രെയിനിങ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസുകളൊക്കെ തരാറുണ്ട്. അതിൽ തന്നെ ട്രെയിനിങ് പ്രോസസ്സ് നിങ്ങൾ ആ ഡയഗ്രാം ഒന്ന് നോക്കിയേ. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. 5 സ്റ്റെപ്പുകൾ കേട്ടോ. ഏതൊക്കെയാണ് 5 സ്റ്റെപ്പ്? ഫസ്റ്റ് വൺ നീഡ്സ് അസസ്മെന്റ്. എന്താണ് നീഡ്സ് അസസ്മെന്റ്? സെക്കൻഡ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ ഡിസൈനിങ്. ഫോർത്ത് വൺ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫിഫ്ത് വൺ ഇവാലുവേഷൻ. അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം, എന്നിട്ട് നമുക്കത് കാണിക്കാം. ഇപ്പോഴേ തന്നെ അത് പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? നീഡ്സ് അസസ്മെന്റ്. നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളൊരു ട്രെയിനിങ് പ്രോസസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നീഡ്സ് അസസ്മെന്റ് നടത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതായത് അവിടെ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അവിടെ വിലയിരുത്തണം. അതാണ് നീഡ്സ് അസസ്മെന്റ്. ട്രെയിനിങ് അവിടെ ആവശ്യമാണോ? ജീവനക്കാർക്ക് അവിടെ ട്രെയിനിങ് ആവശ്യമാണോ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ആവശ്യമില്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ട്രെയിനിങ് അവിടെ ആവശ്യമാണോ? ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്? ആ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതാണ് ഇത് നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ട്രെയിനിങ് കൊണ്ട് എന്താണോ നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ വെറുതെ ഒരു ട്രെയിനിങ് കൊടുക്കൂലല്ലോ. ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണോ നേടാനായിട്ട് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഇത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ആദ്യത്തെ 2 കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ. നീഡ്സ് അസസ് ചെയ്തു. ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തി. അതിനുശേഷം നമ്മൾ ട്രെയിനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അതും നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഡിസൈനിങ് ആണ് അല്ലെ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ ഡിസൈൻ ചെയ്യണം അല്ലെ. ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതവിടെ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്ത പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടക്ട് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം, അത് നമുക്ക് നമ്മുടെ നടപ്പിലാക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ. നമ്മളത് അങ്ങോട്ട് നടപ്പിലാക്കുന്നു. ഓക്കെ, നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ട്രെയിനിങ് അവിടെ കണ്ടക്ട് ചെയ്യാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ആണ്. നമ്മൾ അവിടെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തതോടുകൂടി അവിടെ കാര്യം അവസാനിച്ചോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. നമ്മൾ നടത്തിയ ട്രെയിനിങ് അതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം അല്ലെ. ആ ട്രെയിനിങ് പ്രോഗ്രാം ഫലപ്രദമാകുന്നോ അല്ലയോ, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിലുണ്ടായിരുന്നത്, അത് നമ്മൾ ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് എംപ്ലോയീസിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. എന്നാലേ ആ ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇത്രയുമാണ് ട്രെയിനിങ് പ്രോസസ്സിൽ വരുന്ന 5 സ്റ്റെപ്പുകൾ. ഇത് നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത്? ട്രെയിനിങ് ഓടിപ്പോയി കണ്ടക്ട് ചെയ്യാനോ ചെയ്യുന്നത്? അല്ല, ട്രെയിനിങ്ങിന്റെ ആവശ്യകത അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട അല്ലെ. അപ്പൊ എന്താണ്? നീഡ്സ് അസസ്മെന്റ് അല്ലെ. നീഡ്സ് അസസ്മെന്റ്, ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തും. രണ്ടാമത് എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യകത നോക്കുമ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണോ നേടാൻ ലക്ഷ്യമിടുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഡിഫൈൻ ചെയ്യും. മൂന്നാമത്തെ എന്താണ്? ഡിസൈനിങ്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കത്തക്ക രീതിയിൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ ഡിസൈൻ ചെയ്യണം അല്ലെ. ഡിസൈൻ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് അങ്ങോട്ട് നടപ്പിലാക്കും അല്ലെ. അതായത് നാലാമത്തെ സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ആണ്. നടപ്പിലാക്കുന്നു. നടപ്പിലാക്കിയതോടുകൂടി കാര്യം അവസാനിച്ചോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേഷൻ നടത്തണം അല്ലെ. അത്
നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാം ഇഫക്റ്റീവ് ആണോ, യൂസ്ഫുൾ ആയിരുന്നോ, പോരായ്മകളുണ്ടോ, ഇനി എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് കിട്ടിയില്ലേ ട്രെയിനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ? അർത്ഥം കിട്ടില്ലേ നിങ്ങൾക്ക്? കിട്ടില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞൊക്കെ നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈൻ ചെയ്യുന്നു, then അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്താണുള്ളത്, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് എന്താണുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആണിത്, നീഡ്സ് അസസ്മെന്റ്. ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ, അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കാം. നീഡ്സ് അസസ്മെന്റ്. The first step in the training process is to assess the need for training the employee. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അപ്പൊ ട്രെയിനിങ് പ്രോസസ്സിൽ ഇതിനൊക്കെ ചോദിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് ഏത്, തേർഡ് സ്റ്റെപ്പ് ഏത്, അല്ലെങ്കിൽ ഫിഫ്ത് സ്റ്റെപ്പ് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു സീരീസ് നിങ്ങൾക്ക് അറിയണം. അറിഞ്ഞാലാണ് അതിൽ ഫസ്റ്റ് ഏതാ, സെക്കൻഡ് ഏതാ, തേർഡ് ഏതാ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നീഡ് ഫോർ ദ ട്രെയിനിങ് എന്നാണ് അല്ലെ. എംപ്ലോയീസിന് ട്രെയിനിങ്ങിന്റെ ആവശ്യകതയുണ്ടോ എന്ന് അസസ് ചെയ്യലാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ആ നീഡ്സ് അസസ്മെന്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. The need for training could be identified through a diagnosis of present and future challenges and through a gap between the employee's actual performance and the standard performance. അതായത് നമ്മൾ ആ ട്രെയിനിങ്ങിന്റെ ആവശ്യകത നമ്മൾക്ക് വിലയിരുത്താം. എങ്ങനെയാണ് നമുക്ക് ആവശ്യകത മനസ്സിലാക്കാനായിട്ട് പറ്റുക? എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ത്രൂ എ ഡയഗ്നോസിസ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ചാലഞ്ചസ്. അതായത് നിലവിലുള്ളതും ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്നതുമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ ചാലഞ്ചസുകളെ ഡയഗ്നൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ നീഡ് അറിയാനായിട്ട് സാധിക്കും. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയേണ്ടത് അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കണോ വേണ്ടയോ എന്നാണ്. ട്രെയിനിങ്ങിന്റെ അവിടെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്നാണ് നമുക്കറിയേണ്ടത്. അതറിയണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രസന്റ് ചാലഞ്ചസ് എന്തൊക്കെയാണ്, ആ സ്ഥാപനത്തിന് നിലവിലുള്ള ചാലഞ്ചസ്, നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇനി അവിടെ ജോലികളിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജീവനക്കാരിൽ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കുറവുണ്ടോ, ഇങ്ങനെയുള്ള പ്രസന്റ് ആയിട്ടുള്ള ചാലഞ്ചസുകൾ അതാദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യും. അത് മാത്രം മതിയോ? അത് മാത്രം പോരാ, ഫ്യൂച്ചർ ചാലഞ്ചസും കൂടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും. ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ സാധ്യതയുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് മുൻകൂട്ടി നമ്മൾ കണക്കാക്കണം. അപ്പൊ നമുക്കറിയാലോ, ഓരോ കാലഘട്ടം മാറുമ്പോൾ മാറ്റങ്ങൾ വരും, ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസ്സുകൾ വരും, അതുപോലെ പല പല റീസ്ട്രക്ചറിങ് വന്നേക്കാം അല്ലെ, സ്ഥാപനത്തിൽ ചിലപ്പോൾ ഒരു റീസ്ട്രക്ചറിങ് വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചാലഞ്ചസുകൾ എന്താണ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് തോന്നാണ് ഇപ്പൊ ഭാവിയിൽ പുതിയൊരു ടെക്നോളജി വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനങ്ങൾ വരും. ആ സംവിധാനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ജീവനക്കാർക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ട പരിശീലനം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ എന്ത് വരും? ട്രെയിനിങ്ങിന്റെ ആവശ്യം വരും അല്ലെ. ഇപ്പൊ പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജോലിക്കാർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് അതിന് എന്ത് കൊടുക്കണം? പരിശീലനം കൊടുക്കണം. അപ്പൊ അവിടെ എന്തായി? ട്രെയിനിങ്ങിന്റെ ആവശ്യകത വന്നു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കത് മനസ്സിലാക്കാം. പ്രസന്റ് ചാലഞ്ചസ്, ഫ്യൂച്ചർ ചാലഞ്ചസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ത്രൂ എ ഗ്യാപ്പ്. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ത്രൂ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അത് മാത്രമല്ല, ഒരു എംപ്ലോയിയുടെ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ്, ആ ഒരു ഗ്യാപ്പ്, അത് തമ്മിലുള്ള ഗ്യാപ്പ്. അതിലൂടെയും നമുക്ക് ട്രെയിനിങ് ആവശ്യമാണോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ പെർഫോമൻസ്? ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിലവില് ആ ഒരു എംപ്ലോയിയുടെ നിലവില് ആ ജോലിയുടെ നിലവാരമാണ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് എംപ്ലോയിയുടെ നിലവിലുള്ള ജോലിയിലുള്ള അവരുടെ ഒരു നിലവാരം ഉണ്ടല്ലോ, ആ ഒരു ജോലിയിലുള്ള അവരുടെ നിലവിലെ ആ ഒരു നിലവാരം, അതാണ് ആക്ച്വൽ പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം ആ ഒരു വ്യക്തിയുടെ ജോലിയിൽ നിന്ന് ഒരു സ്ഥാപനം എക്സ്പെക്ട് ചെയ്യുന്ന നിലവാരം എന്ന്, അതാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നിലവിൽ ആ ജോലിയില് ആ ജീവനക്കാരന്റെ നിലവാരം എന്താണ്, അത് ആക്ച്വൽ പെർഫോമൻസ്. പക്ഷെ ആ ഒരു ജോലിക്കാരനിൽ നിന്ന് നമ്മുടെ സ്ഥാപനം എക്സ്പെക്ട് ചെയ്യുന്ന
ജോലിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിലപാടുണ്ട്. അതാണ് എന്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവ തമ്മിൽ ഗ്യാപ്പ് വരിക, അവ തമ്മിൽ ഒരു ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവനക്കാരന്റെ പെർഫോമൻസ് കുറേയും കൂടെ മെച്ചപ്പെടാനുണ്ട്, സ്റ്റാൻഡേർഡ് പെർഫോമൻസിലോട്ട് എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു ഡിഫറൻസ് വന്നു. അപ്പൊ ആ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് വേണം, കുറെ കൂടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിലോട്ട് എത്തണമെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ്, അതേസമയം ഗ്യാപ്പ് വന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഗ്യാപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ, കുറവ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകതയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നീഡ് ഫോർ ട്രെയിനിങ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The need for training could be identified through. ഇങ്ങനെയൊക്കെ നമുക്കൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത തിരിച്ചറിയാൻ പറ്റും. എന്തിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞത്? ഒന്ന് through the present challenges, അതുപോലെ തന്നെ future challenges, gap between the actual performance and standard performance. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? The need assessment can be studied from the two perspectives. നമുക്ക് ഈ പറയുന്ന നീഡ് അസസ്മെന്റിനെ രണ്ട് പെർസ്പെക്ടീവ്സിലൂടെ നമുക്ക് നോക്കി കാണാം. അതായത് നീഡ്, ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പെർസ്പെക്ടീവ്സിലൂടെ, രണ്ട് കാഴ്ചപ്പാടുകളിലൂടെ നമുക്ക് അതിനെ നോക്കി കാണാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് പെർസ്പെക്ടീവ്സ്? ഒന്ന് ഇൻഡിവിജ്വൽ, മറ്റൊന്ന് ഗ്രൂപ്പ്. അതായത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് അതിനെ നോക്കി കാണാം. അതുപോലെ ഒരു ഗ്രൂപ്പിന്റെ ഒരു പെർസ്പെക്ടീവിലൂടെയും നമുക്ക് ആ ഒരു ട്രെയിനിങ്ങിന്റെ നീഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് പെർസ്പെക്ടീവ്സിലൂടെ നമുക്ക് അതിനെ നോക്കി കാണാൻ പറ്റും. ഒന്ന് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവിലൂടെ, മറ്റൊന്ന് ഗ്രൂപ്പ് പെർസ്പെക്ടീവ്സ്. അതായത് വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയും ഒരു ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടിലൂടെയും നമുക്കത് നോക്കി കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ്, രണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ്. അപ്പൊ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾ അറിയണം, ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് കൊടുക്കുന്നത്, അതുപോലെ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്, ഗ്രൂപ്പ് ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് അവിടെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഈസ് ഡിസൈൻഡ് ടു ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽസ് എഫിഷ്യൻസി വെൻ നോട്ട് പെർഫോമിംഗ് പ്രോപ്പർലി. ആ ഒരു ഫുൾ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തത്. നമ്മൾ എപ്പോഴാണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. എപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്? ഇപ്പൊ ആ ഒരു ജീവനക്കാരന് ശരിയായ രീതിയിൽ ജോലി ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്കൊരു ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ടു ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽസ് എഫിഷ്യൻസി. ഇൻഡിവിജ്വലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? ഇൻഡിവിജ്വൽ ട്രെയിനിങ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? നോട്ട് പെർഫോമിംഗ് വെൻ an employee is not performing properly. എംപ്ലോയി തന്റെ ജോലിയിൽ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്? അതാണ് ആ പോയിന്റ്. ടു ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി. ആ ഒരു വ്യക്തിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, then what is group training? എന്താണ് ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? There is the group training is intended to inculcate the new changes in the employees due to the change in the organization's strategy. നമ്മൾ എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സ്ഥാപനത്തിന്റെ നയങ്ങളില്, പോളിസികളില്
പ്രൊസീജിയറുകളില് സ്ട്രാറ്റജികളില് മാറ്റങ്ങൾ വരുമ്പോ അല്ലെ, അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരെയും അതൊരുപോലെ ബാധിക്കും. അവിടെ ഒരാൾക്ക് മാത്രം നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മളൊക്കെ ട്രെയിനിങ് കൊടുക്കണം. കാര്യം സ്ഥാപനത്തിന്റെ പോളിസികളും പ്രൊസീജിയറും സ്ട്രാറ്റജികളും റീസ്ട്രക്ചർ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ടു ഇൻകൾക്കേറ്റ് ന്യൂ ചേഞ്ചസ് ഇൻ ദ എംപ്ലോയീസ് അല്ലെ, ആ സ്ഥാപനത്തിൽ വരുന്ന മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ എംപ്ലോയീസിനെ പുതിയ പുതിയ ചേഞ്ചസുകൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇൻഡിവിജ്വൽ ട്രെയിനിങ് എപ്പോ കൊടുക്കുന്നു? അതിന്റെ ലക്ഷ്യം എന്താണ്? ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്? ഒരു ജീവനക്കാരൻ ശരിയായ രീതിയിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിലൂടെ നമ്മൾ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജികളില്, പോളിസികളില്, പ്രൊസീജിയറുകളിൽ മാറ്റം വരുമ്പോഴാണ് നമ്മൾ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? ആ സ്ഥാപനത്തിന്റെ ചേഞ്ചസുകളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ജീവനക്കാരിലും പുതിയ പുതിയ ചേഞ്ചസ് അവരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ ആ നീഡ് അസസ്മെന്റിന് രണ്ട് പെർസ്പെക്റ്റീവിലൂടെ നോക്കിയത്. മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നീഡ് അസസ്മെന്റ് ഓക്കെയാണോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. നീഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം? പ്രസന്റ് ചാലഞ്ചസ് നോക്കാം, ഫ്യൂച്ചർ ചാലഞ്ചസ് നോക്കാം, അതുപോലെ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്. ഇതിലൂടെ നമുക്ക് അവിടെ ട്രെയിനിങ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ നീഡ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാം, ഒരു നീഡ് അസസ്മെന്റിനെ നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റും. ഒന്ന് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിലൂടെ, മറ്റൊന്ന് ഗ്രൂപ്പ് പെർസ്പെക്റ്റീവിലൂടെ. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ്? എപ്പോഴാണ് കൊടുക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്? അതുപോലെ എന്താണ് ഗ്രൂപ്പ് ട്രെയിനിങ്? അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? എപ്പോഴാണ് അത് കൊടുക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി വിചാരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പൊ നമ്മൾ നീഡ്സ് മനസ്സിലാക്കിയിട്ടോ, ആവശ്യകതയുണ്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതാണ് അവിടെ പറയുന്നത്. Once the needs are recognized, the objectives for which the training is to be conducted are established. Okay, second step ആണല്ലേ deriving instructional objectives അഥവാ setting objectives എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ നീഡ്സ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിങ് കൊണ്ട് ലക്ഷ്യമിടുന്ന ഒബ്ജക്റ്റീവ്സ് എന്താകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ ലക്ഷ്യങ്ങളാണെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാ നമ്മൾ അത് അറിയുന്നത്? ഓക്കെ, the objectives could be based on the gaps seen in the training programs conducted earlier and skills set developed by the employees. അതായത് നമ്മൾ ആ ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് അറിയാമോ? ഒന്ന്, മുൻപ് നടന്നിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ട്രെയിനിങ് പ്രോസസ്സുകളുടെ പോരായ്മകള്, അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഗ്യാപ്പുകൾ എന്തൊക്കെയാണ്, കുറവുകൾ എന്തൊക്കെയാണ്, അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അത് ഇത്തവണ നമ്മൾ നടത്തുമ്പോൾ ആ ഗ്യാപ്പുകൾ വരാൻ പാടില്ല. അപ്പൊ ആ ഗ്യാപ്പുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരെണ്ണം കൂടിയുണ്ട്, സ്കിൽസ് ഡെവലപ്ഡ് ബൈ ദ എംപ്ലോയീസ്. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ നിലവിലുള്ള കഴിവുകള്, അവരുടെ അറിവുകള്, അവരുടെ പ്രവർത്തന രീതികള്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് അവിടെ സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിലാണെന്നാ പറഞ്ഞത്? ഒന്ന്, the gap seen in the training programs that conducted earlier. മുൻപ് നടന്നിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, കുറവുകൾ എന്തൊക്കെയായിരുന്നു അല്ലെ, അതിനെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടാണ്. അത്തവണ വരാൻ പാടില്ല. അപ്പൊ അത് നികത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, നമ്മുടെ എംപ്ലോയീസിന്റെ കഴിവ്, അറിവ്, അവരുടെ പ്രവർത്തന രീതികള്
ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്ത് വേണം? ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തെടുക്കും. അതല്ലേ പറയുന്നേ? അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. എന്താണ്? ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ അത് അതിൽ ഒരുപാട് ചാലഞ്ചസുകളുണ്ട്. ഇതാണ് അവിടെ പറഞ്ഞത്. The next step is to design the training program in the line with the set objective. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളെ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കി. Every training program includes certain issues such as who are the trainees, ആരൊക്കെയാണ് ട്രെയിനീസ്, ആരാണ് പരിശീലനം നേടുന്നത്. ഇപ്പൊ പുതിയ ജീവനക്കാരാണോ, അതോ അവിടെ നിലവിലുള്ള പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകൾക്കാണോ, അവരാണോ ട്രെയിനിങ് നേടുന്നത്? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതുപോലെ തന്നെ who are the trainers, ആരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സ് ആണോ, അതോ ആ ജോലിയിൽ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണോ, സൂപ്പർവൈസേഴ്സ് ആണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. What methods are to be used for the training? നമുക്ക് ട്രെയിനിങ്ങിന് എന്തൊക്കെ മെത്തേഡ്സുകളാണ് ഉപയോഗിക്കുന്നത്? ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ട്രെയിനിങ് അല്ലെ? അതുപോലെ തന്നെ what will be the level of training? ഏത് നിലവാരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ബേസിക് ലെവൽ ഓഫ് ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത്, അതോ ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് ട്രെയിനിങ് ആണോ കൊടുക്കുന്നത്, അതോ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മളൊരു പ്രോഗ്രാം എന്ത് ചെയ്തെടുക്കുന്നത്, ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. Also, the comprehensive action plan is designed that include the training content material, learning theory, instructional design and the other training requirements. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു ട്രെയിനിങ് ആക്ഷൻ പ്ലാനിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ദാറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് നോക്കിയാൽ, ഒന്ന് ട്രെയിനിങ് കണ്ടന്റ് മെറ്റീരിയൽ ആണ് അല്ലെ. ട്രെയിനിങ് കണ്ടന്റ് മെറ്റീരിയൽ എന്ത് വിഷയമാണ് നമ്മൾ അവിടെ പഠിപ്പിക്കേണ്ടത് അല്ലെ? ആ ട്രെയിനിങ്ങില് നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? ആ ലേണിംഗ് കണ്ടന്റ് അല്ലെ, എന്ത് കണ്ടന്റ് ആണ് നമ്മൾ അവിടെ പഠിപ്പിക്കേണ്ടത്? കണ്ടന്റ് മെറ്റീരിയൽ എന്താണ് നമ്മൾ അവിടെ പരിശീലിപ്പിക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, അത് ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. പിന്നെ ലേണിംഗ് തിയറീസ്, പഠന സിദ്ധാന്തങ്ങള് അല്ലെ, ആളുകൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലേണിംഗ് തിയറീസ് ആവശ്യമായിട്ട് വരും. പഠന സിദ്ധാന്തങ്ങൾ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെന്താണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞാല് ആ ഒരു ട്രെയിനിങ്ങിന്റെ എന്താ പറയാ പരിശീലനത്തിന്റെ ആ ഒരു പഠനത്തിന്റെ പഠനക്രമമാണ്. ഏത് രീതിയിൽ പരിശീലനം, ഏത് ക്രമത്തിൽ നമ്മൾ പരിശീലനം കൊടുക്കണം, ആ പഠന ക്രമീകരണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് അതർ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. അതിന് പുറമെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ട മറ്റ് ആവശ്യങ്ങള്. ഇപ്പൊ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് സമയം വേണം, സ്ഥലം വേണം, അതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വരും അല്ലെ. അതുപോലെ മറ്റു ചില പഠന ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതൊക്കെയാണ് അതർ ട്രെയിനിങ് റിക്വസ്റ്റ്. ആ ട്രെയിനിങ്ങിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങള്, അതിൽ സമയമുണ്ട്, സ്ഥലമുണ്ട്, പഠന ഉപകരണങ്ങളുണ്ട്, മറ്റു പഠന സഹായങ്ങളുണ്ട്, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പൊ ഈ പറയുന്ന കണ്ടന്റ് മെറ്റീരിയലും ലേണിംഗ് തിയറീസും ഇൻസ്ട്രക്ഷണൽ ഡിസൈനും മറ്റ് ട്രെയിനിങ് റിക്വയർമെന്റ്സുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്തെടുക്കുന്നത്, ഡിസൈൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളോട് എങ്ങനെ ചോദിക്കാം, ഒരു ട്രെയിനിങ് ആക്ഷൻ പ്ലാനിന് ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. ലേണിംഗ് കണ്ടന്റ് മെറ്റീരിയൽ, ലേണിംഗ് തിയറീസ്, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, അതുപോലെ അതർ ട്രെയിനിങ് റിപ്പോർട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 3 സ്റ്റെപ്പുകൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്? ഇംപ്ലിമെന്റേഷൻ അല്ലെ. ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്?
നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു പ്ലാൻ നമുക്ക് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാം അല്ലെ, നടപ്പിലാക്കാം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ് അല്ലെ. ഓക്കെ, once the designing of the training program is concluded, the next step is to put it into action അല്ലെ. നമ്മളത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് അല്ലെ. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താണ്? The foremost decision that needs to be made is where the training will be conducted, either in-house or outside the organization. അപ്പൊ നമ്മള് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? where will be the training conducted, എവിടെയാണ് നമ്മൾ പരിശീലനം നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ തീരുമാനിക്കണം. ഇൻഹൗസ് ആയിട്ട് കൊടുക്കണോ, അതായത് നമുക്ക് ജോലി സ്ഥലത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കണോ, ഓക്കെ, അതോ നമ്മള് സ്ഥാപനത്തിന് പുറത്ത് മറ്റു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ട്രെയിനിങ് കൊടുക്കണം, എവിടെയാണ് നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ഓക്കെ, പിന്നെന്താണ്? once it is determined, the time for the training is set along with the trainer who will be conducting the training session. ഇനി ട്രെയിനിങ് എവിടെ നടത്തണം എന്ന് തീരുമാനിച്ചാൽ അടുത്തത് എന്താണ്? സമയം, ട്രെയിനിങ്ങിനായിട്ടുള്ള സമയം നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ആ ട്രെയിനിങ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ട്രെയിനർ ആരാണെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, പിന്നെന്താണ്? also the trainees are observed continuously throughout the training program to see if it's effective and is able to retain the employees interest. അത് മാത്രമല്ല, നമ്മൾ ആ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് ട്രെയിനികളെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം അല്ലെ. ട്രെയിനിങ് പ്രോഗ്രാമിലുടനീളം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എന്താണ്? ആ ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് എന്താണ് യൂസ്ഫുൾ ആണോ, അവർക്കത് ശരി ഇഫക്റ്റീവ് ആയിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ, അവർക്കതിൽ താല്പര്യമുണ്ടോ, പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് ഓർത്തെടുക്കാനും കഴിയുന്നുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയുമാണ് ഇതിൽ വരുന്നത്, ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. ഇംപ്ലിമെന്റേഷന് നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലാൻ നമ്മൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എവിടെ ട്രെയിനിങ് കൊടുക്കണം, ഹൗസ് ആയിട്ട് കൊടുക്കണോ അത് ഔട്ട്സൈഡ് ഓർഗനൈസേഷന് കൊടുക്കണോ എന്ന് തീരുമാനിക്കണം. അത് കഴിഞ്ഞാൽ അതിന് സമയം നമ്മൾ തീരുമാനിക്കണം, ആരാണ് ട്രെയിനർ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിലുടനീളം നമ്മുടെ ട്രെയിനിങ്ങിനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അവർക്ക് അതിന് താല്പര്യമുണ്ടോ, അവർക്ക് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ, അവർക്ക് അത് ഇഫക്റ്റീവ് ആണോ, യൂസ്ഫുൾ ആണോ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ് നമ്മൾ അവരുടെ ട്രെയിനിങ് എന്ത് ചെയ്യാണ്, നടത്തുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ആണ് അല്ലെ. ഇവാലുവേഷൻ ഉണ്ട് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിന്റെ ഫീഡ്ബാക്ക് എടുക്കാനുള്ളതാണ് അല്ലെ. അതാണ് ഇത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. After the training is done, the employees are requested to give the feedback on the training session and whether they found it useful or not. അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് കേട്ടോ. നമ്മുടെ ട്രെയിനിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംപ്ലോയീസിനോട് അഭിപ്രായങ്ങൾ ചോദിക്കും അല്ലെ. അവരുടെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. അവർക്ക് ആ ട്രെയിനിങ് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും അല്ലെ. ത്രൂ ഫീഡ്ബാക്ക് an organization can determine the weak spot if there are any and can correct it in the next section. ആ ഫീഡ്ബാക്കിലൂടെ ഓർഗനൈസേഷന് നമ്മുടെ സ്ഥാപനത്തിന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ആ ട്രെയിനിങ്ങിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും വീക്കായിട്ടുള്ള പ്രശ്നം, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ, കുറവുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചോ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നെക്സ്റ്റ് ഒരു ട്രെയിനിങ് സെഷൻ നടത്തുമ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് അവർക്ക് പുതിയൊരു ട്രെയിനിങ് കൊടുക്കാനും സാധിക്കും. ഇനി എന്താ പറയുന്നത്? Evaluation of the training program is compulsory because companies invest huge amounts in these sessions and must know its effectiveness in terms of money. ഇനി ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെലവാക്കിയിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ ലാഭം എന്തെങ്കിലും ഉണ്ടായോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കണം? നമ്മള് ഇവാലുവേഷൻ നടത്തണം. മനസ്സിലായോ? ഇവാലുവേഷന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മള് ഇവാലുവേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ് പ്രോഗ്രാം എംപ്ലോയീസിന് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തെങ്കിലും കുറവ് വന്നോ എന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.
ആ കുറവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷൻ നമുക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതല്ല, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് അനുസരിച്ച് നമുക്കൊരു ലാഭം ഉണ്ടായെന്നുള്ളത് അറിയണ്ടേ? അതറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് നടത്തണം? ഇവാലുവേഷൻ നിർബന്ധമാണ്. These are the 5 steps of the training process. Clear? Okay ആണോ? മനസ്സിലായില്ലേ? ഇനി മറന്നു പോവോ നിങ്ങള്? ട്രെയിനിങ് പ്രോസസ്സിന് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 5 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ് 5 സ്റ്റെപ്പ്? നീഡ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അതൊന്ന് വായിച്ചു നോക്കിയേ. 5 സ്റ്റെപ്സുകളും ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രെയിനിങ് മെത്തേഡുകൾ പഠിക്കാം കേട്ടോ. അടുത്തതാണ് ട്രെയിനിങ് മെത്തേഡ്സ്. There are 2 types of training methods. നമുക്ക് പ്രധാനമായിട്ടും 2 ട്രെയിനിങ് മെത്തേഡുകളാണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെയാണ് 2 ട്രെയിനിങ് മെത്തേഡ്. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, 2 ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓൺ ദ ജോബിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് ഓഫ് ദ ജോബ് മെത്തേഡ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും 2 ട്രെയിനിങ് മെത്തേഡ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും. പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആ ജീവനക്കാരൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്താണ് പഠിക്കുന്ന ഒരു പരിശീലന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ജോലി ചെയ്തുകൊണ്ട് തന്നെ ശരിക്കും അവരുടെ ജോലിയിൽ പ്രവേശിച്ച് ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന പരിശീലന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഓഫ് ദ ജോബ്? അതായത് അവരുടെ സ്ഥാപനത്തിന് പുറത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നു? ട്രെയിനിങ് പരിശീലിക്കുന്നു അല്ലെ? ആ പരിശീലനം നേടിയിട്ട് അതിനുശേഷമാണ് പിന്നീട് അതിൽ വന്ന് ആ ജോലി ചെയ്യുന്നത്. അതാണ് എന്ത്? ഓഫ് ദ ജോബ്. അപ്പൊ ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥാപനത്തിന് പുറത്ത് നിന്ന് പരിശീലനം നേടുന്ന രീതിയെ ഓഫ് ദ ജോബ് എന്ന് നമ്മൾ പറയും. ജോലിക്ക് പുറത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്തിട്ടല്ല, ജോലിക്ക് പുറത്ത് നിന്നുകൊണ്ട് ട്രെയിനിങ് നേടുന്ന ആ ഒരു രീതി ഓഫ് ദ ജോബ് ആണ്. ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ ജീവനക്കാരൻ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചെടുക്കുന്ന ഒരു പരിശീലന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ് കേട്ടോ. അതിനകത്ത് ഇതിന്റെ ഒരു 4-5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, ആദ്യം തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് പറയുന്നുണ്ട്. This type of training is also known as job instruction training. Underline ചെയ്ത് വെച്ചേ, job instruction training. അതാണ് ചോദിച്ചതാണ് കേട്ടോ. On the job training method is also known as job instruction training എന്നാണത് അറിയപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ജോബ് ഇൻസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കാനല്ല, എന്ന് വെച്ചാൽ ജോലി ചെയ്യാനായിട്ട് അനുവദിക്കാണ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് എന്താണ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാണ് അല്ലെ? അവര് ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പൊ അവരുടെ ഒരു മേലധികാരി ഉണ്ടാവും, ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അവര് ആ ജോലി ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തോണ്ടേയിരിക്കും. അതിനനുസരിച്ച് അവർ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ സ്കില്ലും നോളജും എക്സ്പീരിയൻസും അറ്റൈൻ ചെയ്യാണ് അല്ലെ? അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് പറയുന്നത്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ദിസ് ട്രെയിനിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എസ് എ മെത്തേഡ്. അതുപോലെ നിങ്ങളോട് ചോദിക്കാം, ഈ 2 മെത്തേഡുകളിലും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രെയിനിങ് മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം?
ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. രണ്ട് മെത്തേഡ് ഉണ്ടല്ലോ, അതിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ട്രെയിനിങ് മെത്തേഡ് ഏതാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. കാര്യം എന്താണ്? The individual is placed on a regular job and taught about the skills and qualities to perform the job. അല്ലെ? അതെ, അവിടെ നമ്മൾ ആ ജീവനക്കാരൻ ആ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു. ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഇവര് നേടിയെടുക്കും. അതുകൊണ്ട് ഇതിന് നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയും. ഇനി നോക്കിയേ, there are some of the on the job training methods ആണ്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് പ്രധാനമായിട്ട് നമുക്ക് 4 മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് തന്നെ 4 ടൈപ്പ് ഉണ്ട്, 4 രീതിയിലുള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ജോബ് റൊട്ടേഷൻ, സെക്കൻഡ് വൺ കോച്ചിങ്, തേർഡ് വൺ ജോബ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫോർത്ത് വൺ സമ്മറ്റീവ് അസൈൻമെന്റ്. ഇതൊക്കെയാണ് ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, സമ്മറ്റീവ് അസൈൻമെന്റ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് രണ്ടാമത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് കേട്ടോ, മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. இந்த ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഇത്രയും താങ്കള് പഠിക്കണം കേട്ടോ. ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക്